വളരെ നിരാശാജനകമായിട്ടുള്ള സംഭവമാണ് നടന്നിരിക്കുന്നത്. കാരണം IFFK പോലെ ഈ പറഞ്ഞ ഒരു 10-30 വർഷത്തെ പാരമ്പര്യമുള്ളൊരു ഫെസ്റ്റിവൽ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലായിട്ട് ആഘോഷിക്കപ്പെടുന്നൊരു സംഗതിയിൽ ഒരു ഭരണകൂടം ഇടപെട്ട് ഒന്നും രണ്ടുമല്ല 19 സിനിമകൾ മാറ്റുക എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ ഭയത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മുടെ പൗരാവകാശങ്ങൾക്ക് മേൽ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചാ സ്വാതന്ത്ര്യങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമായിട്ട് തന്നെ വേണം നമ്മളതിനെ കാണാനായിട്ട്. വലിയ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ആ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഒരു 19 സിനിമ എന്ന് പറയുന്നൊരു ചെറിയ സംഖ്യയല്ല. ഏതാണ്ട് 200ഓളം സിനിമകൾ കാണിക്കുന്ന ഒരു സ്ഥലത്ത് 19 സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു 10% വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ കാഴ്ചകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്ന രീതികളും മാറ്റപ്പെടുന്നു. നമുക്കറിയാം ഏത് തരത്തിലുള്ള സിനിമകളാണ് ഇവർ മാറ്റിയിട്ടുള്ളതെന്നുള്ളത് വ്യക്തമാണല്ലോ. അത് ഇപ്പോൾ ഫലസ്തീൻ അനുകൂല സിനിമകളായാലും ഈ പ്രതികരിക്കുന്നവരുടെ ചേർത്ത് നിൽക്കുന്നവരുടെയൊക്കെ ചരിത്രവും സംസ്കാരവും രാഷ്ട്രീയവും ഒക്കെ പറയുന്ന സിനിമകൾ ഇങ്ങനെ മാറുമ്പോഴത്തേക്കും ഇവരെന്തിനെയാണ് ഭയക്കുന്നത്, എന്തിനെയാണ് നമ്മൾ കാണരുതെന്ന് ഇവർ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇത് ഒട്ടും ഭൂഷണമായൊരു നടപടിയല്ല. പ്രത്യേകിച്ച് പോലെ നമ്മളെപ്പോഴും ഒരു ജനാധിപത്യ സമൂഹത്തിന് വിശാലമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന, ആവിഷ്കാരത്തിൽ വിശ്വസിക്കുന്ന വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു സമൂഹത്തിന് ഒട്ടും ചേർന്നൊരു പ്രവണതയായിട്ട് തോന്നുന്നില്ല. ഇതിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തും ഇപ്പോൾ ചെറിയ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ നിരോധിച്ചിരുന്നു, ഇന്ന് തിരിച്ചു വന്നു. ബീഫ് എന്ന് പറയുന്ന സിനിമ അതൊരു വാക്കിനെ ഭയന്നിട്ട് തന്നെയാണ്. ഞങ്ങൾ ആ സിനിമ കണ്ടതാണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഫെസ്റ്റിവലിൽ വന്നത്. ഞങ്ങൾ ഈ ഫെസ്റ്റിവൽ ആദ്യം കാണുന്ന സിനിമ ബീഫാണ്, ആദ്യത്തെ ദിവസം തന്നെ. അത് ഇവർ ഈ പറയുന്ന സോക്കോൾഡ് ബീഫുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സിനിമയാണ്. അത് കൃത്യമായ എന്താണ് ഫ്രീ സ്റ്റൈൽ റാപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കറുത്ത വിഭാഗത്തിൽപ്പെടുന്ന വംശത്തിൽപ്പെടുന്ന ഒരു പെൺകുട്ടി അവർ നേരിടുന്ന വംശീയ അധിക്ഷേപങ്ങളെയും വീടിൽ നിന്നുണ്ടാകുന്ന വളരെ തരത്തിലുള്ള നിയന്ത്രണങ്ങളെയും ഒക്കെ അതിജീവിച്ച് തൻ്റെ സ്വപ്നത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സിനിമയാണ്. വളരെ രസമുള്ളൊരു സിനിമയാണ്. പക്ഷേ ഇവർ ബീഫെന്ന് പറയുന്നൊരു പേര് കാണുന്നു, അതിനെ പ്രതി പ്രതികരണം എടുക്കുന്നു. അപ്പോൾ ഇവർ വാക്കുകളെ പോലും ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് കേവലം ചലച്ചിത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കലാപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകളും ഇക്കാര്യത്തിൽ പ്രതികരിക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു.